ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 220 വോൾട്ട് എ സി സപ്ലൈ കൊടുത്താലും അതുപോലെ തന്നെ 24 വോൾട്ട് ഡി സി സപ്ലൈ കൊടുത്താലും വർക്ക് ചെയ്യുന്ന ഒരു 30 വാട്ട്സിൻ്റെ BLDC സീലിംഗ് ഫാൻ കൺവെർട്ടിംഗ് കിറ്റിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ സാധാരണ സീലിംഗ് ഫാനുകളെയും നമ്മുടെ ടേബിൾ ഫാനുകളെയും വാൾ ഫാനുകളെയും പെഡസ്റ്റൽ ഫാനുകളെല്ലാം നമുക്ക് എങ്ങനെ ഒരു BLDC ഫാനായിട്ട് കൺവെർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് ഇതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫാനിനെ BLDCയിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത്തരത്തിൽ കൺവെർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കിറ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ട ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ കോൺടാക്റ്റ് ചെയ്ത ഭൂരിഭാഗം ആളുകൾക്കും നമ്മൾ അത്തരത്തിലുള്ള BLDC കൺവെർട്ടിംഗ് കിറ്റുകൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 220 വോൾട്ട് എ സി സപ്ലൈ കൊടുത്താലും 24 വോൾട്ട് DC സപ്ലൈ കൊടുത്താലും വർക്ക് ചെയ്യുന്ന 30 വാട്ട്സിൻ്റെ ഒരു കുഞ്ഞൻ BLDC സീലിംഗ് ഫാൻ കൺവെർട്ടിംഗ് കിറ്റിനെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മാത്രമല്ല, ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇത്തരത്തിലുള്ള BLDC കൺവെർട്ടിംഗ് കിറ്റുകൾ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി, നമ്മൾ എത്തിച്ചു തരുന്നതാണ്. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ BLDC സീലിംഗ് ഫാൻ കൺവെർട്ടിംഗ് കിറ്റ്. എല്ലാ കിറ്റിലും ഉള്ളതുപോലെ തന്നെ ഒരു സ്റ്റാറ്റർ വൈൻഡിങ് ഈ ഒരു കിറ്റിലും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റോട്ടർ മാഗ്നറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാഗ്നറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് പോർഷൻസ് കുറവാണ്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ളൊരു മാഗ്നറ്റാണ്. മാത്രമല്ല, നമ്മൾക്ക് പുറത്തോട്ട് ധാരാളം പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള മാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏതൊരു ഫാനിനും സൂട്ടാക്കാൻ കഴിയും. അത്തരത്തിലുള്ള മാഗ്നറ്റുകളും നമ്മൾ ഈ ഒരു കിറ്റിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കിറ്റിൽ വരുന്ന കൺട്രോൾ യൂണിറ്റ് നമുക്ക് 220 വോൾട്ട് എ സി സപ്ലൈ കൊടുക്കാൻ കഴിയുന്ന ഒരു കൺട്രോൾ യൂണിറ്റാണ്. കൂടാതെ ഇതിൽ 24 വോൾട്ട് DC സപ്ലൈയും കൊടുക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൺട്രോൾ യൂണിറ്റും അത് ഘടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റും ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ റിമോട്ട് ഒരു IR റിമോട്ടാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു IR റിമോട്ടും ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കപ്പും ഈ ഒരു കിറ്റിലുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 വാട്ട്സിൻ്റെ കിറ്റാണെന്ന്. ഇതിൽ SMPS യൂണിറ്റും കൺട്രോൾ യൂണിറ്റും എല്ലാം കൂടി അടങ്ങിയിരിക്കുന്ന ഒറ്റ PCB ആയിട്ടാണ് ഈ ഒരു കൺട്രോൾ യൂണിറ്റ് വരുന്നത്. അപ്പോൾ കിറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.